പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജപമാല മാസം. അതുപോലെ തന്നെ ലോക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ മിഷൻ ഞായർ കൂടി ആചരിക്കുന്ന മാസം കൂടിയാണ്. മിഷൻ മാസം എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരിയേറെ വിശുദ്ധരെ കൂടി നമ്മൾ ഈ മാസം നമ്മൾ കൊണ്ടാടുന്നുണ്ട്. നമുക്കിതാ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ ഇന്ന് കാഴ്ചയായിട്ട് നമുക്ക് ഇത് കാണുവാനായിട്ടുള്ള അവസരം നമുക്ക് നൽകപ്പെടുകയാണ്. എല്ലാറ്റിനും ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ, ഈ ജപമാല മാസത്തോട് ചേർത്ത് വയ്ക്കുന്ന സകല നിയോഗങ്ങളും ഇന്ന് മുതൽ 31 ദിവസം പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ചും വചനം പഠിച്ചും പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുമൊക്കെ നമുക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കാം. ഈ ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയേക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവശക്തനാം ദൈവമേ, നാദനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താരനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനികണ്ടാവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനികണ്ടാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാശത്തിൽ നേർവലം ഭാഗത്തിലും നേടൂ, ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തോകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതേ, നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ, വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനു നാഥനു, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിനീതർക്കും ശിശുക്കൾക്കും അങ്ങ് രാജ്യം അങ്ങ് സജ്ജമാക്കിയിരിക്കുന്നുവല്ലോ. ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യായുടെ മാധ്യസ്ഥ്യം വഴി വിശ്വസ്തയോടെ ഞങ്ങൾ അങ്ങേ പിന്തുടരാനിടയാക്കണമേ. അങ്ങനെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ അങ്ങ് നിത്യമഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നെഹേമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അർത്താക്സർ രാജാവിൻ്റെ 20-ാം ഭരണവർഷം നിസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർത്തു കൊടുത്തിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് മ്ലാനവദനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല. രാജാവ് എന്നോട് ചോദിച്ചു, രോഗമില്ലായിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? ഹൃദയവിധയല്ലാതെ മറ്റൊന്നുമല്ല ഇത്. അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു, രാജാവ് നീണാൽ വാഴട്ടെ.
എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും? രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ അപേക്ഷ? സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവിന് ഇഷ്ടമെങ്കിൽ, ഈ ദാസനോട് പ്രീതി തോന്നുന്നു എങ്കിൽ, എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂദയായിലേക്ക് അയച്ചാലും. രാജാവ് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നീ പോകുന്നത്? എന്ന് മടങ്ങി വരും? ഞാൻ കാലാവധി പറഞ്ഞു. അവൻ എന്നെ പോകുവാൻ അനുവദിച്ചു. അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, നദിക്കര വരെയുള്ള പ്രദേശത്തിലൂടെ യൂദയായിൽ എത്തുവാനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ നൽകിയാലും. ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തികൾക്കും എനിക്ക് താമസിക്കുവാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിനും രാജാവിൻ്റെ ധനകാര്യ വിചാരകരായ ആസാഫിന് കത്ത് നൽകിയാലും. എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു. ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഞാൻ നിന്നെ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോട്ടെ. എല്ലാവരും, നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ബാബിലോൺ നദികളുടെ തീരത്തു നിന്നും സിയോണിനോർത്ത് ഞാൻ കരഞ്ഞു. അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ നിങ്ങളുടെ കിന്നാരം തൂങ്ങിയിട്ടു. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വച്ച് പാട്ടുപാടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ മർദ്ദകർ സിയോണിനെ കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രസിപ്പിക്കുവാൻ ഞങ്ങളോട് പറഞ്ഞു. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും? ജെറുസലേമേ, നിന്നെ ഞാൻ മറന്നിരിക്കുന്നു എങ്കിൽ എൻ്റെ വലതുകൈ എന്നെ മറക്കട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, ഉചിതം പോലെ കരുതിയിരിക്കുന്നതുമാണ്. ഇത് കർത്താവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണത്രേ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും പോകും വഴി ഒരുവൻ യേശുവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒക്ടോബർ മാസത്തിൻ്റെയും അതുപോലെ ഇന്നത്തെ ഈ തിരുനാളിൻ്റെയും കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ വർഷം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം 1925 ഈ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 2025 100 വർഷം പൂർത്തിയാകുന്ന സമയമാണിത്. അപ്പോൾ ഈ വിശുദ്ധയെ ഓർക്കുന്നത്, വിശുദ്ധയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഈ വിശുദ്ധയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലർക്കും അറിയാം, പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ ജീവിത കഥകളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം, വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിച്ചൊരു വിശുദ്ധിയാണ്. 24 വയസ്സിലാണ് മരണമടഞ്ഞത്. ഈ ചെറിയ നാളുകളിൽ പുറത്തേക്കൊന്നും പോകാതെ തന്നെ കന്യാസ്ത്രീ മഠത്തിനുള്ളിലായിരുന്നു കൊണ്ട് തന്നെ ലോക മിഷണറി മധ്യസ്ഥയായി മാറാൻ, അവരുടെ മധ്യസ്ഥരിൽ ഏറ്റവും ആദ്യം വരുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. ലോക മിഷണറി മധ്യസ്ഥരിൽ ഏറ്റവും ആദ്യം വരുന്നത് കൊച്ചു ത്രേസ്യയാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടെ ഈ വിശുദ്ധയെ കത്തോലിക്ക സഭ വണങ്ങിയാണ്. അപ്പോൾ ഈ വിശുദ്ധ ചെയ്തത് വളരെ വളരെ അനായാസമായി ഈശോയെ സ്നേഹിച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും ഈശോയെ സ്നേഹിച്ചു. അതാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഉള്ള ചെറിയ മാർഗങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തുക. അതാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം. അത് തന്നെയാണ്, ദൈവത്തെ പ്രീതിപ്പെടുത്തുക. ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ളൊരു മാസമാണ്. നന്നായിട്ട് നമ്മൾ ഈ പരിശുദ്ധ ആളുകൾ നിയോഗം വയ്ക്കുന്നത് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊള്ളാം, ഞാൻ വചനം പഠിച്ചുകൊള്ളാം, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളാം, ഇതെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ പ്രത്യേകമായി ഈ മാസം മുടങ്ങാതെ അങ്ങനെ നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ ദൈവം പ്രീതിപ്പെടും. കാരണം ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ദൈവത്തോട് നമ്മൾ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. കൗദാശിക ജീവിതം, വചന പഠനം, വായന, ജപമാല അർപ്പണം, അത് ഈശോയുടെ തിരുമുഖ ധ്യാനമാണ്. മറിയത്തോടൊപ്പമുള്ള തിരുമുഖ ധ്യാനമാണ് ജപമാല. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിന് ഒരു ആത്മീയ സമരം നടത്തുന്ന നമുക്കുള്ള ആയുധങ്ങൾ കൂടിയാണ്. ദൈവവചനം ആത്മാവിൻ്റെ വാൾ ആണെന്ന് നമുക്കറിയാം. എഫേസ്യർ 6:17, ഹെബ്രായ 4:12 വാൾ, വചനം വാളാണ്, നമുക്കതറിയാം. അപ്പം വചനം ഒരു വാൾ വേണം. ആത്മീയ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ, ആത്മീയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വാൾ വേണം. തിന്മയെ വെട്ടി വീഴ്ത്താൻ വേണ്ടി വാൾ വേണം. അപ്പോൾ വചനം കയ്യിൽ വേണം. ഇല്ല, ഞാനിങ്ങനെ വചനം ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഒരു കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മറുകയിൽ നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ആയുധമാണ് ജപമാല. അതൊരു പരിചയമായിട്ട് കൂട്ടുക. വാളും പരിചയം നമുക്ക് വേണം. വാളും പരിചയമില്ലാതെ നമുക്ക് വാള് മാത്രം പോരാ. ശത്രു ഇങ്ങോട്ട് ചെയ്യുന്ന ആക്രമണങ്ങളെ തടുത്തു നിർക്കാൻ നമുക്കൊരു പരിചയം വേണം. ഇനി നമ്മൾ അതുമാത്രം പോരല്ലോ, നമുക്ക് ദേഹത്തെന്തെങ്കിലും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരിശുദ്ധ കുർബാനയെ ഒരു ആവരണം പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പടച്ചട്ടയായിട്ട് മാറും. നിങ്ങൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടുള്ള ദുർമാതൃക എന്താണെന്നറിയാവോ? ആളുകൾ പുറകിലുള്ളവരെല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ദുഷ്പ്രേരണയായി ഒരു ദൈവവേലയിൽ പങ്കെടുക്കുമ്പോൾ, അതും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദുഷ്പ്രേരണ കൊടുക്കാവോ? പരിശുദ്ധ മറിയം കുരിശിൻ ചവിട്ടിൽ നിന്നതുപോലെ, യോഹന്നാൻ കുരിശിൻ ചവിട്ടിൽ നിന്നതുപോലെ അത്രയും സ്നേഹത്തോടെ പങ്കെടുക്കേണ്ട ഒരു കാര്യമല്ലേ പരിശുദ്ധ കുർബാന അർപ്പണം? കണ്ടോ, പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെക്കുന്നത് കണ്ടോ നിങ്ങൾ? പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ലോകത്തിൻ്റെ അരൂപി. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചില്ല. അതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പ്രത്യേകത. ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചില്ല. നമ്മൾ ലോകത്തിൻ്റെ അരൂപി സ്കാഫ് തലയിൽ ധരിക്കാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എത്രയോ മക്കളുണ്ട്, ഇല്ലേ? അത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇനി ബർമൂഡ ധരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് ലോകത്തിൻ്റെ അരൂപി ദൈവവേലയിൽ ചേർത്ത് വെച്ചതിൻ്റെ ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ചില അമ്മമാരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മക്കളെല്ലാം വിദേശത്ത് പോകണേ, മക്കളെല്ലാം വിദേശത്ത് പോകണേ, മക്കൾക്കെല്ലാം PR കിട്ടണേ.
ഇങ്ങോട്ട് ഒരിക്കലും വരല്ലേ, അവിടെ തന്നെ പെർമനൻ്റ് ആയിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് ലോകത്തിൻ്റെ അരൂപിയ. ഓരോ മക്കളോട് ചോദിച്ചു നോക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു വീഡിയോ കോൾ ചെയ്താൽ മാത്രമേ മക്കൾ എന്താ ചെയ്യണമെന്ന് അറിയുള്ളൂ. ബാക്കി മക്കൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അവർ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അവർ പറയല. അവർ പെട്ടുപോയ കെണികളൊന്നും പറയല. അതാണ് നമ്മളിപ്പോൾ ലോകത്തിൻ്റെ അരൂപിയ. എല്ലാം അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം. ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ അരൂപിയിലാ, ലോകത്തിൻ്റെ അരൂപി. കൊച്ചു ത്രേസ്യ പുണ്യവതിയെ അനുകരിക്കാൻ ഇത്തിരി പാടാം. കാരണം ലോകത്തിൻ്റെ അരൂപി ഒട്ടുമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തണം, ദൈവത്തെ പ്രീതിപ്പെടുത്തണം. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച ആചരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. ദൈവം പ്രീതിപ്പെട്ടോ? ദൈവത്തിന് ഞാൻ ചെയ്തത് ഇഷ്ടമായോ? ചോദിച്ചു നോക്ക്. ദൈവത്തിന് ഞാൻ ചെയ്തത് ഇഷ്ടമായോ? അതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്ത പോലെയൊക്കെ ചെയ്യാം. നമുക്ക് കൗദാശിക ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ദൈവത്തെ പ്രീതിപ്പെടുത്തിയോ? അതാണ് ദൈവത്തെ കൺവിൻസ് ചെയ്യണം. നമ്മളൊരു കാര്യം ദൈവത്തെ കൺവിൻസ് ചെയ്യണം. ഞാനൊരു കാര്യം വഴി ദൈവത്തെ കൺവിൻസ് ചെയ്യണം. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ നോക്കിയാൽ ദൈവത്തെ കൺവിൻസ് ചെയ്ത കുറേ മനുഷ്യരുണ്ട്. ദൈവത്തെ കൺവിൻസ് ചെയ്ത കുറേ മനുഷ്യർ, അവരുടെയൊക്കെ തീരുമാനങ്ങൾ ഷാർപ്പാണ്. ധൂർത്തപുത്രൻ അപ്പനെ കൺവിൻസ് ചെയ്തു. എന്താ ചെയ്തത്? പാടെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു. കൃപകളെല്ലാം കിട്ടി. സക്കവൂസ് ദൈവത്തെ കൺവിൻസ് ചെയ്ത ആളാ. നല്ല കള്ളൻ ദൈവത്തെ കൺവിൻസ് ചെയ്ത ആളാ. അതായത് ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ കള്ളത്തരം ചെയ്യുന്നവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ദൈവത്തിന് മുമ്പിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റും. നല്ല കള്ളൻ സ്വർഗത്തിൽ കയറിയില്ലേ, സ്വത്തെല്ലാം ദൂർത്തടിച്ച് പോയ ഇല്ലേ, അങ്ങനെ മോശമായിട്ട് ജീവിച്ചു എന്ന് കരുതുന്നവൻ പോലും ദൈവത്തെ പിതാവിനെ കൺവിൻസ് ചെയ്തു. സക്കവൂസ് ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ടിരുന്നവൻ ദൈവത്തെ കൺവിൻസ് ചെയ്തു. ഒരു രോഗിയായിട്ടുള്ള ആളെ ബർത്തമയോസ്, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ കൺവിൻസ് ചെയ്തു. ദൈവത്തെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. ദൈവത്തെ കൺവിൻസ് ചെയ്യാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയത് കൊണ്ടൊന്നും, അതുകൊണ്ടാ അച്ഛാ ഞാൻ കുറേ ചെയ്യുന്നുണ്ട് അച്ഛാ, ഒത്തിരി ചെയ്യുന്നുണ്ട് അച്ഛാ, ഒത്തിരി ധ്യാനം കൂടി അച്ഛാ, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല അച്ഛാ. കൺവിൻസ് ചെയ്തിട്ടില്ല. ദൈവത്തെ കൺവിൻസ് ചെയ്യൂ. അതുകൊണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അനുസരിച്ചോളാം, ഞാൻ കളിപ്പന്താണ്, അങ്ങയുടെ കയ്യിലെ കളിപ്പന്താണ് എന്ന് പറയുന്നതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി. കളിപ്പന്ത്, ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താകാൻ ഇഷ്ടപ്പെടുന്നവർ. ഒരു യുവാവ് തെറ്റായ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ പ്രണയം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അവനേക്കാളും പ്രായം കൂടിയ പെണ്ണാണ്, എന്നിട്ട് അവൻ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവളൊരു തീരുമാനമെടുത്തു, ഞാനൊരു ധ്യാനം കൂടാൻ പോവുകയാണ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് പറയുന്നത് പോലെ ഞാൻ ചെയ്യും. അപ്പോൾ അവന് ടെൻഷനായി. കാരണം ശാരീരിക ബന്ധം വരെ ഉണ്ടായി. പ്രായം മൂത്ത പെണ്ണാണ്, എന്നിട്ട് അവന് മറക്കാൻ പറ്റുന്നില്ല. അവനങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. തിരുക്കുടുംബ ദേവാലയത്തിൽ വന്നു. കൊച്ചിയിൽ നസറത്ത് പള്ളിയിൽ തിരുക്കുടുംബ ദേവാലയത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ വന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും അവൻ ആ തിരുക്കുടുംബ രൂപം, അവിടെ യൗസപിതാവും മാതാവും, അതിൻ്റെ മുമ്പിൽ ഉണ്ണീശോ ഇങ്ങനെ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണീശോയാണ് കാണുന്നത്. മുകളിലേക്ക് കരമിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണീശോ. അപ്പോൾ അവന് ഇങ്ങനെ കുറേ നേരം അവൻ പ്രാർത്ഥിച്ചു. ഈശോയുടെ മുമ്പിൽ അവനിങ്ങനെ എൻ്റെ കളിപ്പാട്ടമാകുന്ന പ്രണയിനിയെ എനിക്ക് താ കർത്താവേ, എൻ്റെ പ്രണയിനിയെ എനിക്ക് താ എന്ന് പറഞ്ഞ് അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ടും ഈശോ ഇങ്ങനെ കളിപ്പിക്കുന്നതല്ലാതെ ഈ കളിപ്പാട്ടം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു, താഴ്ത്തുന്നു, അവൻ ചാടുന്നു, ഇങ്ങനെ അവൻ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കുന്നത് പോലെ തോന്നുകയാണ്. ഈശോയുടെ മുമ്പിൽ എനിക്കിതാ ഈശോയെ എന്ന് പറഞ്ഞിങ്ങനെ കളിക്കുന്നത് പോലെ തോന്നുക കളിപ്പാട്ടം. അപ്പോൾ അവൻ അങ്ങനെ തരുന്നില്ല, ഈശോ തരുന്നില്ല, കളിപ്പാട്ടം തരുന്ന ലക്ഷണമില്ല. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് തോന്നിയ കാര്യമാണ്. ആ തിരുക്കുടുംബ രൂപത്തിലേക്ക് നോക്കി, ഉണ്ണീശോയിലേക്ക് നോക്കി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴും അത്രയും പ്രതിസന്ധിയിലൂടെ സങ്കടത്തിലൂടെ പോകുന്നവന് നല്ലൊരു ആത്മീയ ചിന്തയുണ്ടായി. ഈശോയെ, എനിക്ക് കളിപ്പാട്ടം തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, എനിക്ക് അങ്ങയുടെ കൂടെ ചാടി കളിക്കാനുള്ള ശക്തിയെങ്കിലും താ. അങ്ങനെ പ്രാർത്ഥിച്ചു. അതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അരൂപിയും. അതാണ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. അതാണ് ഈശോ പ്രാർത്ഥിച്ചത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇതന്നെ. ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം. എനിക്ക് എൻ്റെ ഇഷ്ടം സാധിച്ചു തരണ്ട,
അങ്ങയ്ക്ക് എന്താണ് എന്നിൽ ഇഷ്ടമെന്നത് അതൊന്ന് സാധിച്ചതാ. എൻ്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു തരണ്ട. അങ്ങയ്ക്ക് എന്നിലൂടെ ഈ ലോകത്ത് സംഭവിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ് അതെനിക്കൊന്ന് സാധിച്ചതാ. അതാണ് മറിയത്തിൻ്റെ രൂപയും. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ. ഈ ജപമാല മാസത്തിലുടനീളം ഈ ഒരു അരൂപി ഉണ്ടാകട്ടെ. നമ്മൾ അതും ഇതും ചോദിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ ഈശോയെ, ഇത് നിനക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് സംഭവിക്കട്ടെ, എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കുക. പക്ഷേ അവസാനം ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കുക, കർത്താവേ ഇതെനിക്കൊരു ആഗ്രഹമാണ്, പക്ഷേ നിൻ്റെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. മിഷൻ ചൈതന്യം ഉണ്ടാകട്ടെ. ദൈവത്തെ കൺവിൻസ് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവത്തെ കൺവിൻസ് ചെയ്താൽ നിങ്ങൾ 31 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതൊരു ഷോർട്ട്, ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള സമയത്ത് ക്രിസ്മസ് സമ്മാനം ചോദിക്കാം. പക്ഷെ അതിന് മുൻപ് ക്രിസ്മസിന് 3 മാസമുണ്ട്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം അതിന് മുൻപ് ഒരുക്കമായിട്ട് നമ്മളെ തന്നെ ഒരുക്കാൻ ഈ 31 ദിവസം നന്നായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്കുണ്ടാകട്ടെ. നമുക്ക് കാഴ്ചവെപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹൃദയതാരത്തിൽ കാഴ്ചയേകാനാ വരുന്നിതായങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയതാരത്തിൽ കാഴ്ചയേകാനാ വരുന്നിതായങ്ങൾ സ്വീകരിക്കണമേ. നിറയുമേ കാസയിൽ ഉയരുമേ നിരാസയിൽ ഏഴയാതകൾ സമർപ്പിക്കുന്നു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ത്രേസ്യായിൽ അങ്ങ് വിസ്മയനീയ പ്രവൃത്തികൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങ് മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് പ്രീതികരമായ പോലെ ഞങ്ങളുടെ ശുശ്രൂഷാ ദൗത്യവും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങ് വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു.
ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞുമത് വീണ്ടരവോ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യരുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഖാരാജ് മെത്രാനോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊന്ന് ദൈവജീവൻ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവേ,
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ എങ്കിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധ ത്രേസ്യ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടി അങ്ങ് കാരുണ്യം ലഭിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂദാശ അതേ ശക്തി ഞങ്ങളിലും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.